നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലെ ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ഞായറാഴ്ച നടക്കും. 100ഓളം കലാകാരന്മാർ ചേർന്ന് ഏകതാളത്തിൽ ഭക്തിയിലലിഞ്ഞു പാടുന്ന മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിലെത്തും. ദശമി നാളിൽ രാവിലെ 9 മുതൽ 10 വരെയുള്ള പഞ്ചരത്ന കീർത്തനാലാപനം പ്രസിദ്ധമാണ്. ത്യാഗരാജ ഭാഗവതരുടെ 5 കീർത്തനങ്ങളാണ് പഞ്ചരത്ന കീർത്തനം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് അഭിനവ ത്യാഗബ്രഹ്മം ബഹുമതി ലഭിച്ചതിൻ്റെ സ്മരണയ്ക്കായാണ് സംഗീതോത്സവത്തിൽ പഞ്ചരത്ന കീർത്തനങ്ങൾ ആലപിക്കുന്ന പതിവ് ആരംഭിച്ചത്. ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഇരയിമ്മൻ തമ്പിയുടെ കരുണ ചെയ്വാനെന്ത് താമസം കൃഷ്ണ എന്ന കീർത്തനാലാപനത്തോടെ സംഗീതോത്സവത്തിന് സമാപനമാകും. 15 ദിവസങ്ങളിലായി തുടക്കക്കാരും പ്രഗത്ഭരുമടക്കം 3000ഓളം പേരാണ് സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ 8 മണി വരെ ഇന്നർ റിംഗ് റോഡിലും ഔട്ടർ റിംഗ് റോഡിലും ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങൾക്ക് വൺ വേ ഏർപ്പെടുത്തി. ഇന്നർ റിംഗ് റോഡിൽ വലതുവശത്തേക്കും ഔട്ടർ റിംഗ് റോഡിൽ ഇടതുവശത്തേക്കും മാത്രം വാഹനങ്ങൾ പോകണം. വൺ വേ തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഗുരുവായൂരിലെത്തുന്ന വാഹനയാത്രികർ പോലീസിന്റെ ട്രാഫിക് ക്രമീകരണങ്ങളുമായി സഹകരിക്കേണ്ടതാണെന്നും ACP C പ്രേമാനന്ദകൃഷ്ണൻ അറിയിച്ചു. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് നാളെ 49 വയസ്സ് തികയും. ആനക്കഥകളിലെ നിത്യഹരിത നായകന് ഞായറാഴ്ച ആനത്താവളത്തിലെ പിൻതലമുറക്കാർ പ്രണാമമർപ്പിക്കും. ആനക്കഥകളിൽ ഭക്തിയുടെ പരിവേഷമായി നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂർ കേശവൻ 1976 ഡിസംബർ 2-ന് ഏകാദശിയുടെ തലേന്നാണ് ചെരിഞ്ഞത്. കേശവൻ ചെരിഞ്ഞ സ്ഥലത്ത് 1977-ൽ ശില്പി MRD ദത്തന്റെ നേതൃത്വത്തിൽ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചു. കേശവന്റെ ഓർമ്മ പുതുക്കാനായി ഏകാദശിയുടെ തലേന്ന് ദേവസ്വം എല്ലാ വർഷവും അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഞായറാഴ്ച രാവിലെ 7-ന് തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്നും ഗജഘോഷയാത്ര ആരംഭിക്കും. കൊമ്പൻ ബൽറാം, ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും രവികൃഷ്ണൻ മഹാലക്ഷ്മിയുടെയും ഛായാചിത്രങ്ങൾ വഹിച്ച് മുൻനിരയിൽ അണിനിരക്കുന്ന ഘോഷയാത്രയിൽ 10 ആനകൾ പങ്കെടുക്കും. മേൽപ്പാലം വഴി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്രവും ക്ഷേത്രക്കുളവും പ്രദക്ഷിണം ചെയ്ത് ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലുള്ള കേശവ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരക്കും. ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്കരികിലെത്തി പുഷ്പചക്രം സമർപ്പിക്കും. കേശവന്റെ ആരാധകർ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് ആനത്താവളത്തിൽ ആനയൂട്ടും ഉണ്ടാകും. ചിറ്റണ്ടയിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീപടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ദേശമംഗലം പഞ്ചായത്ത് 11-ാം വാർഡിൽ മേലെ തലശ്ശേരി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന അത്താണിക്കൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ 22 വയസ്സുള്ള മുഹമ്മദ് ഫാരിസാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെ ഫാരിസ് ജോലി ചെയ്യുന്ന ചിറ്റണ്ടയിലെ ബൈക്ക് വർക്ക്ഷോപ്പിൽ വെച്ചാണ് അപകടമുണ്ടായത്. കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ബൈക്കിൽ നിന്ന് തീപ്പൊരി ഉണ്ടാവുകയും സമീപത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് തീ പടരുകയും തുടർന്ന് ഫാരിസിന്റെ ദേഹത്തേക്കും തീ പടർന്നു പിടിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ മുഹമ്മദ് ഫാരിസ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ മരിക്കുകയായിരുന്നു. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചക്രം ഊരി വീണു. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന ആറ്റുപറമ്പത്ത് എന്ന ബസിന്റെ മുൻവശത്തെ ഇടത് ചക്രമാണ് രാവിലെ 6ഓടെ ഊരി വീണത്. സ്റ്റാൻഡിൽ നിന്നെടുത്ത ബസ് പന്തായിൽ ക്ഷേത്രത്തിന് മുന്നിൽ നിർത്താൻ പോകുമ്പോഴായിരുന്നു അപകടം. യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ഉച്ചവരെ ബസ് നടുറോഡിൽ നിന്ന് എടുത്തു മാറ്റാനായില്ല. ഇതേ തുടർന്ന് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. നെല്ലുവായ് ശ്രീധനന്തുരി ക്ഷേത്രത്തിലെ പ്രശസ്തമായ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചു നടക്കുന്ന വിളക്കാചാരം ആരംഭിച്ചു. കാലത്ത് ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം, മേളം, നാദുസരം എന്നിവ നടക്കും. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, വിളക്കെഴുന്നള്ളിപ്പ് നടന്നു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. കൊമ്പൻ കൊളക്കാടൻ ശിവപ്രസാദ് തിടമ്പേറ്റി. തുടർന്ന് മേളം, കേളി, കൊമ്പ് പറ്റ്, കുഴൽപ്പറ്റ്, ഇടയ്ക്ക, പ്രദക്ഷിണം എന്നിവ നടന്നു. ഗണേഷ് ട്രാവൽസ് ചെന്നൈയാണ് ആദ്യ വിളക്കാചാരം ഭഗവാന് സമർപ്പിച്ചത്. ഏകാദശി വരെ 33 ദിവസം വിളക്കാചാരം നടക്കും. ഡിസംബർ 30-നാണ് പ്രസിദ്ധമായ നെല്ലുവായ് വൈകുണ്ഠ ഏകാദശി. കുടക്കുഴി ചന്ദനംകാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ മുഴുവൻ വിളക്കും അന്നദാനവും നടന്നു. പാഴിയോട്ടുമുറി ശ്രീ പറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിൻ്റെയും കോമരങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് അന്നദാനം, ഉടുക്കുപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, അയ്യപ്പൻ വാവർ സംവാദം എന്നിവ നടന്നു. ചെറുമനങ്ങാട് വാസുണ്ണി സ്വാമിയും സംഘവും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി.
വെള്ളാർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ സെബസ്ത്യാനോസ്, പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധ അൽഫോൺസാമ എന്നിവരുടെ സംയുക്ത തിരുനാളാണ് ശനി, ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളിയാഴ്ച വൈകിട്ട് കുന്നംകുളം ACP CR സന്തോഷ് നിർവഹിച്ചു. ഇന്ന് രാവിലെ നടന്ന ദിവ്യബലിക്ക് മാർ ബോസ്കോ പുത്തൂർ കാർമ്മികനായി. തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ചയും രൂപമെഴുന്നള്ളിപ്പും യൂണിറ്റുകളിലേക്കുള്ള അമ്പവാള എഴുന്നള്ളിപ്പും നടത്തി. തിരുനാളിനോടനുബന്ധിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവക പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അരിവിതരണവും നടത്തി. വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ സേവ്യർ ചാലിശ്ശേരി, കൈക്കാരന്മാരായ VL ജോർജ്, TO ജോഷി, PF റിൻഡോ, CJ അനുജിത്ത് എന്നിവർ നേതൃത്വം നൽകും. വൈകിട്ട് പള്ളിയിൽ അമ്പവാള സമാപനം നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിതിൻ വയലുങ്കൽ കാർമ്മികനാകും. ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി പെരുന്നാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് പാട്ടുകുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. ഫാദർ ജെയിംസ് ആലപ്പാട്ട് കാർമ്മികനാകും. മണത്തല ശ്രീ നാഗയക്ഷി ക്ഷേത്രത്തിലെ ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് വിളക്കിന് തുടക്കമായത്. വൈകിട്ട് ദ്വാരക ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുത്തഞ്ചേരി അയ്യപ്പസേവാ സംഘം, സതീശൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ താലം, നാദസ്വരം, പഞ്ചവാദ്യം, കാവടി, രഥം, ഉടുക്കുപാട്ടോടുകൂടി പാലക്കൊമ്പെഴുന്നള്ളിപ്പ് ശ്രീ നാഗയക്ഷി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കാലടി ശങ്കര ഭജൻസിന്റെ ഭജനയുമുണ്ടായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ AK ജനാർദ്ദനൻ, KV രാമചന്ദ്രൻ, കരിമ്പാച്ചൻ നാരായണൻ, സേതുമാധവൻ, സുബ്രഹ്മണ്യൻ കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്നദാനവുമുണ്ടായിരുന്നു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിൽ പാതയോരത്തെ കാനയിലേക്ക് ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി. പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ നോർത്തിൽ തടത്തിലാണ് റോഡരികിലെ കാനയിലേക്ക് രാത്രിയുടെ മറവിൽ വ്യാപകമായി മാലിന്യം ഒഴുക്കിവിട്ടിരിക്കുന്നത്. കാനയിലൂടെ ഒലിച്ചെത്തുന്ന മാലിന്യം ആചാരിത്തോട് വഴി കൃഷിയിടത്തിലേക്കും എത്തുന്നതായി പറയുന്നു. മേഖലയിൽ CCTV ക്യാമറകൾ ഇല്ലാത്തത് മാലിന്യം തള്ളുന്നവർക്ക് സൗകര്യമാണ്. സംസ്ഥാനപാതയിൽ കടവലൂർ റോഡരികിലെ പാടശേഖരത്തിലായിരുന്നു വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളിയിരുന്നത്. ഇവിടെ പഞ്ചായത്ത് ക്യാമറ സ്ഥാപിച്ചതോടെയാണ് ബൈപ്പാസിലെ വിജനമായ തടത്തിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നത്. കടവല്ലൂരിലെ പോലെ ഇവിടെയും ക്യാമറ സ്ഥാപിച്ച് സാമൂഹ്യവിരുദ്ധരെ പിടികൂടണമെന്നും പഞ്ചായത്ത് സ്ഥാപിച്ച നിറഞ്ഞുകവിഞ്ഞ വേസ്റ്റ് ബിൻ സമയാസമയങ്ങളിൽ വൃത്തിയാക്കണമെന്നുമാണ് BJP കുന്നംകുളം മണ്ഡലം ട്രഷറർ വിഗീഷ് അപ്പു ആവശ്യപ്പെട്ടു. വ്യാപകമായി നമ്മുടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സ്ഥിതിയാണ് ഈ അക്കിക്കാവ് ഈ കടത്തിൻ്റെ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള വേസ്റ്റുകൾ തള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാമറ പോലും ഇല്ല. ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിവിടെ കൂടുതൽ വ്യാപകമായിട്ട് രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വന്നിട്ടാണ് ഇതിവിടെ ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായൊരു നടപടി എടുക്കാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാവണം. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ പുറമെന്ന് വരുന്ന ആൾക്കാർ അതിൽ കൊടുന്ന് വേസ്റ്റ് ബിന്നിൽ നിറക്കിയാണ് വേസ്റ്റുകൾ. അതിലെന്തൊക്കെ വേസ്റ്റുകൾ ഇടുന്നുള്ളത് യാതൊരു അറിവുമില്ല. അതിൻ്റെ മൂടികളെല്ലാം തകർത്ത് അവിടെ കിടന്ന് അവിടെ കാക്കകളും നായ്ക്കളും തെരുവ് നായ ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതിനെതിരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് പകരം വളരെ ശക്തമായ രീതിയിലുള്ള അതിൻ്റെ നിയമ നടപടികളും എല്ലാ ക്യാമറകളും സ്ഥാപിച്ച് നാടിൻ്റെ സുരക്ഷിതത്തിലേക്ക് എത്തിക്കണമെന്നാണ് BJPക്ക് പറയാൻ. ചരമം. ചിറക്കൽ ആനപ്പറമ്പ് ചെറുവത്തൂർ പരേതനായ ചേറുകുട്ടിയുടെ മകൻ അബ്രഹാം നിര്യാതനായി. 69 വയസ്സായിരുന്നു. കാട്ടകമ്പാൽ പള്ളി മുൻ ട്രസ്റ്റിയും ഇപ്പോഴത്തെ പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗവുമാണ്. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4-ന് കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ജോലി ഭാര്യയും വില്യം, നൈസ് എന്നിവർ മക്കളുമാണ്. പിലാക്കാട് വാളനാത്ത് തെക്കൂട്ട് രാമൻ നായർ നിര്യാതനായി. 77 വയസ്സായിരുന്നു. റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. രാധ ഭാര്യയും രജീഷ്, രാജീവ്, സുധീഷ് എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.